നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. വിഖ്യാത നർത്തകി മൃണാളിനി സാരാഭായിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിക്കാത്തതിൽ പ്രതിഷേധിച്ച് മകൾ മല്ലിക സാരാഭായ് തന്നോടുള്ള രാഷ്ട്രീയ വിരോധം കാരണം മൃണാളിനിയെ മറന്നത് നാണക്കേടാണെന്ന് മല്ലിക സാരാഭായ് പറഞ്ഞു. അതേസമയം രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം വലിയ തമാശയായി മാറുകയാണെന്ന് ചലച്ചിത്ര സംവിധായകൻ കരൺ ജോഹർ പറഞ്ഞു. മൃണാളിനി സാരാഭായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം അറിയിച്ചെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനത്തിലായിരുന്നു. തന്നോടുള്ള രാഷ്ട്രീയ എതിർപ്പുകൾ കാരണമാണ് നരേന്ദ്രമോദിയുടെ മൗനമെന്ന് മൃണാളിനിയുടെ മകളും നർത്തകിയുമായ മല്ലിക സാരാഭായ് പറഞ്ഞു. 60 വർഷമായി ലോകത്തെമ്പാടും ഇന്ത്യൻ സംസ്കാരം പ്രചരിപ്പിച്ചയാളാണ് മൃണാളിനി. ആ സംഭാവനകൾ അവിസ്മരിച്ചതിലൂടെ മോഡിയുടെ മാനസിക നില തുറന്നുകാട്ടപ്പെട്ടു. പ്രധാനമന്ത്രി എന്ന നിലയിൽ നാണക്കേടുണ്ടാക്കുന്നതാണ് മോഡിയുടെ സമീപനമെന്നും മല്ലിക കുറ്റപ്പെടുത്തി. അതേസമയം ആമിർ ഖാൻ, സൽമാൻ ഖാൻ തുടങ്ങിയ ബോളിവുഡ് താരങ്ങൾക്ക് പിന്നാലെയാണ് പ്രമുഖ ചലച്ചിത്രകാരൻ കരൺ ജോഹർ അസഹിഷ്ണുതാ വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യവും വലിയ തമാശകളാണെന്നും വ്യക്തിജീവിതത്തെപ്പറ്റി പറഞ്ഞാൽ ജയിലിൽ പോകേണ്ട സാഹചര്യമാണ് നിലവിലെന്നും ജോഹർ പറഞ്ഞു. Because being a public figure, you're expected to kind of helm a certain movement, talk about freedom of expression, which is the biggest joke in the world, I believe. Democracy is the second biggest joke, I think. I really think that how are we democratic? I mean, how is there freedom of expression? I'm a filmmaker and I feel bound at every level. എന്നാൽ ഇന്ത്യൻ പാരമ്പര്യത്തെപ്പറ്റി അറിയാത്തവരാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന് BJP പറഞ്ഞു. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയം ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. JR പത്മകുമാർ, BJP സംസ്ഥാന വക്താവ്, ശ്രീ ഉണ്ണി R, ചലച്ചിത്രകാരൻ, ഫക്രുദ്ദീൻ അലി, നീന പ്രസാദ്, നർത്തകി എന്നിവരാണ് ഈ ചർച്ചയിൽ ടെലിഫോണിലൂടെ നേരിട്ടും പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ഉണ്ണി R, ഇത് ഒരു അനുശോചനം അറിയിക്കുക എന്നത് പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ വിവേചനത്തിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം അധികാരത്തിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം ഇഷ്ടമുണ്ടെങ്കിൽ അനുശോചനം അറിയിക്കട്ടെ, ഇല്ലെങ്കിൽ അറിയിക്കാതിരിക്കട്ടെ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചുമതലകൾ നിറവേറ്റുന്ന ആളെന്ന നിലയ്ക്ക് ഈ വിഷയത്തെ ഗൗരവതരമായി കാണേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ആ നിലയിലുള്ള ഗൗരവമേ ഈ പ്രശ്നത്തിനുമുള്ളോ? അങ്ങനെയല്ല നമ്മൾ ഈ ഒരു പ്രശ്നത്തെ കാണേണ്ടത്. കാരണം മൃണാളിനി സാരാഭായിയെ പോലെ ഒരാൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ അവർ നമ്മുടെ സംസ്കാരത്തിനും അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതിനിധീകരിക്കുകയും ചെയ്തത് RSSന്റെയോ BJPയുടെയോ അവർ പറയുന്ന ഒരു ഏകശിലാ സംസ്കാരത്തെ അല്ല, അത് വ്യത്യസ്തതകളുടെ സംസ്കാരത്തെ തന്നെയാണ് അവർ പ്രതിനിധീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഈ രാജ്യത്ത് ജീവിക്കുകയും ഇവിടുത്തെ കലയെ ഉപാസിക്കുകയും ചെയ്ത ഒരു വലിയൊരു വ്യക്തിത്വത്തിന്റെ മരണത്തിൽ പ്രധാനമന്ത്രിയുടെ അനുശോചനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും നരേന്ദ്രമോദിയെ പോലെ ഒരാൾക്ക് ആ അനുശോചനത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുശോചനം രേഖപ്പെടുത്താൻ അവർക്കാവാത്തതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് അവർ കലയെയും സംസ്കാരത്തെയും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗുജറാത്ത് നരഹത്യയുടെ പ്രധാനപ്പെട്ട നമ്മൾ ഒരു കുറ്റവാളിയായി കാണുന്നു നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് ബറോഡയിലെ ചലച്ചിത്രകാരന്മാരുടെ ബറോഡയിലെ ഫൈൻ ആർട്സ് കോളേജിൽ കലാപം ഉണ്ടാക്കാനായിട്ട് RSSനെ പോലുള്ളവർക്ക് കഴിയുന്നതും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾക്ക് ഈ പറയുന്ന സമരത്തിൽ ഏർപ്പെടേണ്ടി വരുന്നതും കലയെ തിരിച്ചറിയാൻ കഴിയാത്തൊരു ഭരണാധികാരി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മൃണാളിനി സാരാഭായിയെ പോലൊരാളുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാൻ ഒരിക്കലും ഇവർക്ക് കഴിയില്ല. കാരണം ഇവരുടെ സംസ്കാരത്തിന്റെ തുടർച്ചയല്ല, അല്ലെങ്കിൽ ഇവരുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നതല്ല മൃണാളിനി സാരാഭായ്. മൃണാളിനി സാരാഭായ് പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയുടെ ബഹുസ്വരമായിട്ടുള്ള സംസ്കാരത്തെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫാസിസ്റ്റിന് ഒരിക്കലും ഈ അനുശോചനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഞാൻ തീർച്ചയായും കരുതുന്നത് ആ അനുശോചനം മൃണാളിനി സാരാഭായിക്ക് ആവശ്യമില്ല. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ട ഒരു കടമയാണെങ്കിൽ കൂടിയും നരേന്ദ്രമോദി എന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ടുന്ന കടമ, അക്കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹം സ്വയം സേവക പശ്ചാത്തലമുള്ള ആളാണ്. മൃണാളിനി ദേശാഭായിയും അവരുടെ മകളും അതിനെതിരായ പൊളിറ്റിക്സ് കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആ നിലയ്ക്കുള്ള വൈരുദ്ധ്യം അവർക്കിടയിലുണ്ട്. എങ്കിൽ തന്നെയും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ സംസ്കാരത്തെ ലോകത്തൊട്ടുക്കും എത്തിക്കുന്നതിൽ, ഇന്ത്യയുടെ കലാമൂല്യങ്ങളെ പേറുന്നതിലെല്ലാം നിർണായകമായ പങ്കാളിത്തം വഹിച്ച ഒരു മഹത് വ്യക്തിത്വം മരണമടയുമ്പോൾ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്ന ആൾ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടാകുമല്ലോ. രാഷ്ട്രീയത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിലും ആ ഉത്തരവാദിത്വം കൂടി അദ്ദേഹം നിറവേറ്റുന്നില്ല. അവിടെയും അദ്ദേഹത്തിന് രാഷ്ട്രീയം തന്നെയാണ് പഥ്യം എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, അത് തന്നെയാണല്ലോ. അത് വളരെ പ്രകടമല്ലേ. ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന നരേന്ദ്രമോദിയുടെ മൗനാനുവാദത്തോടുകൂടി നടക്കുന്ന എത്രയോ കലാപങ്ങളും എത്രയോ അസഹിഷ്ണുതയുടെ എത്രയോ വാദങ്ങളും നമ്മൾ നിരന്തരം കാണുന്നു.
ഇത് മോദി നിശബ്ദനായിരിക്കുമ്പോൾ മോദിക്ക് വേണ്ടി സംസാരിക്കുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ടാണ് ഒരു ദാദ്രയിലെ ഈ സംഭവം നടക്കുന്നത്, ഒരു ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇവരെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു നരേന്ദ്രമോദി എന്ന് പറയുന്ന സ്വയം സേവകൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അതാണ് ആ കാര്യത്തിൽ താങ്കൾക്ക് പ്രാഥമിക പറയാനുള്ളത്. ശ്രീ JR പത്മകുമാർ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും വരെ പുലർച്ചെ ജന്മദിന സന്ദേശം അയക്കാൻ ഓർത്തുവെക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൃണാളിനി സാരാഭായിയെ പോലെ ലോകം മുഴുവൻ ഇന്ത്യയുടെ പ്രശസ്തി കൊണ്ടുവച്ച ഒരു മഹത് വ്യക്തിത്വം വിട പറയുമ്പോൾ അവർക്ക് അനുശോചനം അർപ്പിക്കാൻ തയ്യാറാവുന്നില്ല. അവരുടെ മകൾക്ക് ഈ തരത്തിലുള്ള കടുത്ത ഭാഷയിൽ അക്കാര്യത്തിലുള്ള വിയോജിപ്പ് അറിയിക്കേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നരേന്ദ്രമോദി ഒരിക്കലും അനുശോചനം രേഖപ്പെടുത്തില്ലെന്നോ അല്ലെങ്കിൽ ഇവരുടെ മരണത്തിൽ സന്തോഷിക്കുന്നൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അത് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇനി നമുക്ക് പ്രതീക്ഷിക്കാം, അദ്ദേഹം അനുശോചനം അറിയിക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഒരു കാര്യം ആലോചിക്കാനുള്ളത്, ഇതൊരു സെലക്റ്റീവായിട്ടുള്ള, ഇപ്പോൾ BJPക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള ചില ക്രിറ്റിസിസം, ഒരു സെലക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ തന്നെ ഉയർന്നു വരുന്നത്. ഒരുപക്ഷേ ഞാൻ ഭയപ്പെടുന്നത് കാര്യം, ഒരുപക്ഷെ ഇത് ഇപ്പോൾ മരണത്തിൽ അനുശോചനം അറിയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ പ്രസ്താവന ഇറക്കിയ മല്ലിക സാരാഭായി ഒരുപക്ഷെ നരേന്ദ്രമോദി ഇത് അയച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഇത് അനുശോചനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് ഉണ്ടാക്കി അതിലൂടെ ഒരു പ്രശസ്തി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമായിരുന്നു. കാര്യം നമുക്കിപ്പോൾ കുറേ കാലമായിട്ട് അവാർഡുകളൊക്കെ തിരിച്ചു കൊടുക്കുന്ന സമയമല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ആദരം ചോദിച്ചു വാങ്ങേണ്ടതല്ലല്ലോ. അത് നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രിയെ അംഗീകരിക്കാൻ ഇവർ തയ്യാറുണ്ടോ? മല്ലിക സാരാഭായി തയ്യാറുണ്ടോ? പിന്നെ മൃണാളിനി സാരാഭായിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. BJPക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. BJP ഭരിക്കുമ്പോൾ ഗുജറാത്തിലെ ഒരു ഈ കലയുമായി ബന്ധപ്പെട്ട ഒരു ബോർഡിന്റെ അക്കാര്യത്തിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ അംഗീകരിക്കാൻ അവർ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ രാജ്യത്തെ ഓരോ പൗരനും പ്രധാനമന്ത്രിയെ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് താങ്കൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ. അത് താങ്കൾക്കറിയാം. പക്ഷേ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോടോ അതിന്റെ രാഷ്ട്രീയ നയത്തോടോ വിയോജിപ്പുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ പ്രധാനമന്ത്രി കസേരയിലിരുന്ന് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. സെലക്റ്റീവായി വിവാദം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അനുശോചനം അർപ്പിക്കാനും ജന്മദിനാശംസ നേരാനും ഒക്കെ ആളുകളെ വളരെ സെലക്റ്റീവായ തീരുമാനമെടുക്കുന്നു എന്നതാണ് പ്രധാനം. നവാസ് ഷെരീഫിൻ്റെ ജന്മദിനം അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്, ട്വീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രത്യക്ഷത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുക്കളായ അവർക്ക് പോലും ജന്മദിന സന്ദേശം അയക്കുമ്പോൾ ഇവിടെ മൃണാളിനി സാരാഭായിക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആദരം അർപ്പിക്കുന്നില്ല എന്ന് വന്നാൽ അതൊരു വീഴ്ച തന്നെയല്ലേ? ആണ്. അല്ലല്ല, ആദരം അർപ്പിക്കുന്നില്ല എന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇവിടെ നമ്മുടെ കാശ്മീർ മുഖ്യമന്ത്രി മരണപ്പെട്ടു. അവിടെ സോണിയാഗാന്ധി പോയതെന്നാ? മരണം സംഭവിച്ചതിൻ്റെ 6-ാം ദിവസമാണ് അനുശോചനം അറിയിക്കാൻ പോയത്. പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരിക്കലും ഞാൻ അവരെ അനുശോചനം അയക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതൊരു ന്യൂസാക്കി മാറ്റുക. ഒരുപക്ഷെ പ്രധാനമന്ത്രി പ്രതീക്ഷിച്ചിട്ടുള്ളത് ഇനി ജീവിതകാലം മുഴുക്കെ നരേന്ദ്രമോദിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മല്ലിക സാരാഭായി ഒരുപക്ഷെ അനുശോചനം അറിയിച്ചാൽ അത് തന്നെ ഒരു ന്യൂസാക്കി ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത്. ഇക്കാര്യത്തിൽ താങ്കൾ കേൾക്കുന്നുണ്ടോ? ഇത് സോണിയാഗാന്ധി എവിടെയെങ്കിലും അനുശോചനം അർപ്പിക്കുന്നത് പോലെയാണോ ഭരണഘടനാ പദവിയിലിരിക്കുന്ന നരേന്ദ്രമോദി അനുശോചനം അർപ്പിക്കുന്നതും അർപ്പിക്കാത്തതും? സെലക്റ്റീവായി വിവാദമുണ്ടാക്കുകയാണ് അദ്ദേഹത്തിനെതിരെ എന്നതാണ് മല്ലിക സാരാഭായിയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയുകയും ചെയ്യാമെന്ന്. പിന്നെ അനുശോചനം അർപ്പിക്കണമോ വേണ്ടയോ, എപ്പോഴർപ്പിക്കണമെന്നൊക്കെ പ്രധാനമന്ത്രി തീരുമാനിക്കും. അതിനിത്ര വലിയ ഗൗരവത്തിൻ്റെ ഭാഷ എന്തിന് എന്നതും വിമർശകരുടെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അല്ല, നമുക്ക് മനസ്സിലാകാത്തത്, ഞാനൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി അല്ല ശക്തനായിട്ടുള്ള അദ്ദേഹത്തിന് എന്ത് ശരിയെന്ന് തോന്നുക, അതിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതങ്ങോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ തന്നെ ആ ഒരു നെഞ്ഞുറപ്പുള്ള സ്വയം സേവകൻ. നമ്മളൊക്കെ വിമർശിക്കെങ്കിലും സ്വയം സേവകന്മാർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, അവരൊരു കാര്യം വിചാരിച്ചാൽ അവരങ്ങ് ചെയ്യും. എന്റെ പല സുഹൃത്തുക്കളും ഒക്കെ സ്വയം സേവകരായതുകൊണ്ട് എനിക്കറിയാം. പക്ഷെ ഇവിടെ പപ്പൻ ചേട്ടൻ പറഞ്ഞത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വളരെ ദുർബലനല്ലേ. ഇപ്പൊ വിമർശനം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം ഇദ്ദേഹം ചെയ്യുന്നില്ല. ഇദ്ദേഹം ലോകത്ത് എല്ലായിടത്തും പോയി പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെ പറ്റി, ആണവരംഗത്ത് ഇന്ത്യ നേടിയ പുരോഗതിയെ പറ്റി, ഇന്ത്യയുടെ മഹത്തായ നൃത്ത പാരമ്പര്യത്തെ പറ്റി പോയി പറയുമ്പോൾ ഇന്ത്യയിലെ ഭരതനാട്യത്തെയൊക്കെ ഇന്നത്തെ ലോക സ്റ്റേജിൽ എത്തിക്കുന്നതിൽ രവിശങ്കറിനോടൊപ്പം ഉദയശങ്കറിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഇവര്.
അപ്പോൾ ഇവരുടെ മാത്രമല്ല ഇദ്ദേഹം തന്നെ സൂചിപ്പിച്ച പോലെ ആണെങ്കിൽ ഇദ്ദേഹവും നരേന്ദ്രമോദിക്കെതിരെ അങ്ങനെ കൺഫ്രണ്ടേഷന്റെ രീതിയിലൊന്നും അത്ര തീക്ഷ്ണമായി അദ്ദേഹത്തിന്റെ മകള് പോയതുപോലെ പോയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന രീതിയിലാണ്, ഒരു സ്വയം സേവകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവും, അദ്ദേഹത്തിന് അനിഷ്ടങ്ങൾ ഉണ്ടാവും, അതൊക്കെ അദ്ദേഹത്തിന്റെ സൗകര്യം. അദ്ദേഹം ഈ 31% വോട്ട് കൊടുത്ത ആളുകളെ മാത്രമല്ലല്ലോ എന്റെ നിങ്ങളുടെയൊക്കെ പ്രധാനമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള ഭാവി രൂപപ്പെടുത്തുന്ന ഇന്നത്തെ ഒരു ഗ്ലോബൽ സിറ്റുവേഷനിൽ രൂപപ്പെടുത്തുന്നതിന് നിർണായകമായി പങ്കുവഹിച്ചിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ ശിഷ്യയായിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രശില്പിയായ നെഹ്റുവിന്റെയൊക്കെ തന്നെ ആദരവ് പിടിച്ചു പറ്റിയിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മൊത്തം അഭിമാനമായി മാറ്റി സുബ്ബലക്ഷ്മിയെ പോലെയുള്ള മൃണാളിനി സാരാഭായ്, അതും ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പം അവർ മരിച്ചിട്ട് അനുശോചനം രേഖപ്പെടുത്തേണ്ടിയിരുന്നു. അപ്പൊ അദ്ദേഹം രേഖപ്പെടുത്താതിരുന്നത് തെറ്റായിപ്പോയി. ഇന്ത്യ പ്രധാനമന്ത്രി എന്ന രീതിയിലും മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന രീതിയിലും സംഘ് പറയുന്ന പോലെ ഇന്ത്യയുടെ പാരമ്പര്യത്തെ അഭിമാനം കൊള്ളുന്നവരാണ് സംഘെങ്കിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തെ ലോക സ്റ്റേജിൽ നരേന്ദ്രമോദി എത്തിക്കുന്നതിന് മുമ്പ് എത്തിച്ച ഒരാളെന്ന രീതിയിൽ മൃണാളിനി സാരാഭായിക്ക് കൊടുക്കേണ്ട ആദരവ് അനുശോചനത്തിലൂടെ നരേന്ദ്രമോദി കൊടുക്കേണ്ടതായിരുന്നു. ഒരു സംഘപ്രവർത്തകൻ എന്ന രീതിയിൽ പോലും അദ്ദേഹം ഇവിടെ പരാജയപ്പെടുന്നതാണ് ഞാൻ കാണുന്നത്. പ്രേക്ഷകൻ പോണ്ടിച്ചേരിൽ പറയൂ കൃഷ്ണമൂർത്തി, താങ്കളുടെ അഭിപ്രായം എന്താണ്? വേഗം. അല്ല, ഇത് ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വന്നിട്ട് ഈ നരേന്ദ്രമോദി എന്നല്ലാതെ വേറെ വല്ല നല്ലതായിട്ട് വല്ല ന്യൂസ് ഉണ്ടോ? ഇപ്പൊ ഇവർക്ക് വന്നിട്ട് അവിടെ അനുശോചനം രേഖപ്പെടുത്തണോ, അല്ലെങ്കിൽ ഇവിടെ അനുശോചനം രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ്, അല്ലെങ്കിൽ വേറൊരു മരണം. ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നവര് ഇതിന് മാത്രമാണോ മുഖ്യത്വം കൊടുക്കേണ്ടത്? അല്ല നാളത്തെ ഇന്ത്യക്ക് വേണ്ടി വല്ലതും ചെയ്യണോ? അതാണ് അദ്ദേഹത്തിന്റെ മൗനം ഇങ്ങനെ ചർച്ചയാക്കേണ്ടതുണ്ടോ എന്നതാണ്. ശ്രീ ഉണ്ണിയാർ, ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദർഭങ്ങളിലൊക്കെ മൗനം കൊണ്ട് തൻ്റെ നിലപാട് അല്ലെങ്കിൽ അത് സന്ദേശം നൽകലാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത് എന്ന് തോന്നും പലപ്പോഴും. ഇപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധമായ എന്തെങ്കിലും വലിയ തോതിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, കർവാപ്പസി ഉണ്ടാകുമ്പോൾ, ബീഫ് വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ മൃണാളിനി സാരാഭായ്, അതായത് മല്ലിക സാരാഭായിയുടെ അമ്മ, കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ഒരു സ്ത്രീയുടെ അമ്മ മരണപ്പെടുമ്പോഴൊക്കെ ഈ തരത്തിൽ മൗനം പാലിച്ച് അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എനിക്കിക്കാര്യത്തിൽ വിയോജിപ്പാണ്, അല്ലെങ്കിൽ എനിക്കിക്കാര്യത്തിൽ അനുകൂലമാണ് ഞാൻ എന്ന് പൗരന് സന്ദേശം നൽകും വിധമുള്ള മൗനമാണോ നിർണായക ഘട്ടങ്ങളിലെല്ലാം മോദി എടുക്കുന്നത്? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ മൗനം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണ്. അത് കാരണം അദ്ദേഹം രണ്ട് തരം രീതിയിലാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. ഒന്ന്, അദ്ദേഹം ഈ പറയുന്നത് പോലെ നമ്മൾ അസഹിഷ്ണുത പാടില്ല എന്ന് പറയുകയും പുറം രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സോക്കോൾഡ് ഒരു ഇമേജ് ബിൽഡപ്പ് എന്ന് പറയുന്നത് നിരന്തരം നമ്മൾ കാണുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഈ പറയുന്ന ഈ അസഹിഷ്ണുത അല്ലെങ്കിൽ സംഘത്തിന്റെയും അതുപോലെ BJPയുടെയും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെയുള്ള മറ്റ് ജാതികൾക്കും നേരെയുള്ള മറ്റൊരു മനുഷ്യന്റെ ഭക്ഷണത്തിന് കഴിക്കാനുള്ള അവകാശത്തിന് നേരെ നടക്കുന്ന മുഴുവൻ അക്രമങ്ങളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം ഒരാൾ തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും തൊട്ടപ്പുറത്ത് തന്നെ അദ്ദേഹം ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ സംഘം, അദ്ദേഹത്തിന്റെ അണികൾ ഈ പറയുന്ന മറ്റ് ആളുകളുടെ അവകാശങ്ങൾക്കും അവരുടെ ഈ പറയുന്ന മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും എതിരായിട്ടുള്ള കലാപങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് ഈ പറയുന്ന ഈ പ്രതിച്ഛായ എന്ന് പറയുന്നത്, മോദിയുടെ പ്രതിച്ഛായ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ മൗനം എന്ന് പറയുന്നതാണ്. ഈ മൗനത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല നമുക്ക്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ മൃണാളിനി സാരാഭായിയുടെ അദ്ദേഹം നൽകുന്ന അനാദരവ്, അദ്ദേഹം ഈ പറയുന്ന ഒരു അനുശോചനം പോലും അറിയിക്കാതിരിക്കുമ്പോൾ ആ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫാസിസ്റ്റിന്റെ ഉള്ളിലെ പ്രതികാരം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് ശ്രീ JR പത്മകുമാർ അതിന് മറുപടി പറയൂ. ഒന്ന്, ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് അനുശോചന സന്ദേശം നിരന്തരമായി എല്ലാ വിഷയങ്ങളിലും അനുശോചന സന്ദേശവും അഭിനന്ദന പ്രവാഹവും നടത്തുന്ന പ്രധാനമന്ത്രി ഇവിടെ മൗനം പാലിക്കുന്നു? സെലക്റ്റീവായ വിമർശനം നടത്തുന്നുവെന്ന് നിങ്ങളുടെ ആരോപണം അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നതിന് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരമില്ല. രണ്ടാമത്, ഇത്തരം പ്രധാനപ്പെട്ട സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം മൗനം പാലിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖർവാപ്പസി ഉണ്ടായപ്പോൾ, ദില്ലിയിലടക്കം ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ അക്രമം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ബീഫ് വിവാദം ഉണ്ടായപ്പോഴൊക്കെ നിർണായകമായ ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് അവിടെ ക്രിയാത്മകമായ ഒരു സമീപനം സ്വീകരിക്കാമായിരുന്നു. അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. മൗനം പാലിച്ചുകൊണ്ട് പരമാവധി ആശങ്ക വിതയ്ക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ തരത്തിൽ വിഷം വിതയ്ക്കുന്നവർക്ക് പരമാവധി സപ്പോർട്ടാണ് എന്ന് തോന്നും വിധത്തിൽ അദ്ദേഹം പെരുമാറിയിട്ടുണ്ട്. ഈ മൗനം അപകടകരമാണ്. എന്തേ ഇങ്ങനെ തുടരുന്നു? അല്ല,
ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഈ സോക്കാൾഡ് ബുദ്ധിജീവികളുടെ ഒരു സെലക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു കാര്യത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിന് എല്ലാ വിഷയങ്ങളെയും ഒരേപോലെ കാണണം. ഞാൻ ചോദിക്കട്ടെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മുടെ പശ്ചിമ ബംഗാളിൽ ഒരു വലിയ മോബ്, 2 ലക്ഷത്തോളം വരുന്ന ഒരു മോബ് ഒരു സമൂഹത്തെ മുഴുവൻ വേട്ടയാടിയത്. അന്ന് ആരെങ്കിലും വിമർശനവുമായി വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലല്ലോ. കാശ്മീരിൽ ഒരു പ്രത്യേക സമുദായത്തെ, രാജീവ് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും എല്ലാം കുടുംബക്കാർ, മുത്തച്ഛന്മാർ, അവർ പ്രദാനം ചെയ്യുന്ന ഒരു സമൂഹത്തെ വേട്ടയാടി. അന്ന് ഒരാളും ഇന്ന് അവിടെ ജീവിച്ചിരിപ്പില്ല. ആരെങ്കിലും ക്രിറ്റിസിസം ആയിട്ട് വന്നിട്ടുണ്ടോ? അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഈ കഴിഞ്ഞ വർഷം കിസ്ത്വാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ആഘോഷം, മതപരമായ ആഘോഷത്തിനകത്ത് ഒരു ഗ്രാമം, ഒരു പട്ടണം മുഴുവൻ കൊള്ളയടിച്ചു, അവിടുന്ന് ആളുകളെ ആട്ടി ഓടിച്ചു. ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ SC ദളിത് ആളുകൾ മാലിന്യ കുമ്പാരത്തിൽ നിന്ന് ആഹാരം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിൽ 2 ദളിത്, ഒരു SCയും ഒരു ദളിത് പെൺകുട്ടിയെ 2 പേരെ കെട്ടിയിട്ട് ദിവസങ്ങളോളം അതായിക്കോട്ടെ ആ നിലയ്ക്കുള്ള താങ്കളുടെ വിമർശനത്തെ ഞാൻ വകവെക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ JR പത്മകുമാർ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉണ്ണിയാറിന്റെയോ അല്ലെങ്കിൽ ഫക്രുദ്ദീൻ അലിയുടെയോ നിലപാടിനെ കുറിച്ചല്ലല്ലോ. ഭരണഘടനാ പദവിയിൽ ഇരിക്കേണ്ട, ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടുന്ന അധികാരമുള്ള ചുമതലയുള്ള പ്രധാനമന്ത്രി എന്തേ മൗനം പാലിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. അല്ലാതെ വിമർശകരായ ആളുകൾ ഇക്കാലത്തൊക്കെ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യത്തിന് അവിടെ വലിയ പ്രസക്തി ഇല്ല. അല്ലല്ല, ഈ ഉണ്ണിയെ പോലുള്ള ആളുകൾ ആ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തല്ലോ പറഞ്ഞ ഫാസിസ്റ്റ് നയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെലക്റ്റീവ് ആണ് എന്ന് പറഞ്ഞത്. കൽബുർഗിയെ കുറിച്ച് പറയുമ്പോൾ ലക്ഷ്മണാനന്ദ സ്വാമിജിയെ പറയില്ല, 80 വയസ്സായ ആളെ വെട്ടിക്കൊന്നതിനെ കുറിച്ച് പറയില്ല. നമ്മൾ ഇതെല്ലാം സെലക്റ്റീവായിട്ട് BJPക്കെതിരായിട്ട് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിന് ചില ബുദ്ധിജീവികളും ചില ഗ്രൂപ്പുകളും ശ്രമിക്കുന്നുണ്ട്. അതിൽ നമ്മൾ തലവയ്ക്കേണ്ട കാര്യമുണ്ടോ? ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരിക്കലും പ്രധാനമന്ത്രി അവരുടെ മരണം സന്തോഷമാണെന്ന് പറഞ്ഞിട്ടില്ല, പ്രതികരിച്ചില്ല എന്നുള്ളത് സത്യം തന്നെ. നമുക്ക് കാത്തിരിക്കാം. കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലായ്പ്പോഴും നരേന്ദ്രമോദിയെ വിമർശിക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രമാണ് കൂടുതൽ ആവേശം കാണിക്കുക. കേരളത്തിലെ ഇടതുപക്ഷവും സോക്കോൾഡ് ബുദ്ധിജീവികളും എപ്പോഴും മോദിയെ വിമർശിക്കാനുള്ള ആയുധം കിട്ടുമ്പോൾ മാത്രം പുറത്തിറങ്ങുന്നവരാണ്, അല്ലാത്തപ്പോൾ മൗനം പാലിക്കുന്നവരും. ഇതൊക്കെ അങ്ങനെ സെലക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസത്തിന്റെ ഭാഗമായി കണ്ടാൽ മതി, ഒരു ഗൗരവവും ഇതിന് കൊടുക്കേണ്ടതില്ല എന്നതാണ് മോദിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ JR പത്മകുമാറിന് പറയാനുള്ളത്. അല്ല, ഇത് പറഞ്ഞ പപ്പൻ ചേട്ടനായതുകൊണ്ട് വിവരക്കേട് എന്ന് ഞാൻ പറയില്ല. പക്ഷെ സെലക്റ്റീവായിട്ട് ക്രിറ്റിസിസം നടത്തുന്നത് പപ്പൻ ചേട്ടനാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏതിപ്പം മൻമോഹൻ സിംഗ് ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇന്ന് നിങ്ങൾ കേരളത്തിൽ നോക്കുക, റിപ്പോർട്ടർ ചാനലിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടിയാരാ? ഉമ്മൻചാണ്ടി അല്ല, കുമ്മനം രാജശേഖരൻ ചേട്ടനെയോ അല്ല മുരളീധരനെയോ പപ്പൻ ചേട്ടനോ അല്ലല്ലോ. അതിന് കാരണം എന്താണ്? അവർ ഭരണത്തിലാണ്, അത് അവരുടെ വീഴ്ചയാണ്. ആ വീഴ്ചയാണ് ചൂണ്ടിക്കാണുന്നത്. അത് BJPയോടുള്ള ദേഷ്യമോ BJPയോടുള്ള സെലക്റ്റീവ് ക്രിറ്റിസിസം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ജൻധൻ യോജന പോലുള്ള പരിപാടികളെ ഏറ്റവും നന്നായി സപ്പോർട്ട് ചെയ്ത ആളാണ് മീഡിയ ചർച്ചകളൊക്കെ തന്നെ. ഇത് സെലക്റ്റീവ് ക്രിറ്റിസിസം ഒന്നല്ല. ഇപ്പൊ കേരളത്തിന്റെ കുറെ എക്സാമ്പിൾസ് പറഞ്ഞല്ലോ. ഇപ്പൊ അടൂരുള്ള ആ കുട്ടികൾക്ക് നേരിട്ട ദുരനുഭവം, ആ പോലീസ് അന്വേഷണ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിലായി രമേശ് ചെന്നിത്തല ഇടപെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി. പിന്നെ ആദിവാസി കുട്ടികൾ ഇവിടെ ഈ പറഞ്ഞ വേസ്റ്റ് കഴിക്കേണ്ടി വന്ന സംഭവം, അവിടെ ആ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ അന്നപ്പം തന്നെ ഇടപെട്ടു. മാത്രമല്ല ഗുജറാത്തിലൊക്കെ 80% ആദിവാസി, ഏറ്റവും വലിയ വികസിത സംസ്ഥാനമാണല്ലോ പറയുന്നത്, 80% ആദിവാസി കുടിലുകളിൽ ശുദ്ധജലം എത്തുന്നില്ല. ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണക്കാർക്കും 60% വീട് കക്കൂസില്ല. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇവർ കേരളത്തിൽ ചെറിയ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിൽ അങ്ങനെയുള്ള വീഴ്ചകളുണ്ട്, നമ്മളെ തിരുത്തുന്നുണ്ട്. പേരാമ്പ്ര സ്കൂളിൽ ദളിത് കുട്ടികളെ സവർണ്ണ കുട്ടികളെ കൂടെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം വന്നു. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇടപെട്ടു, BJPക്കാർ ഇടപെട്ടു, കോൺഗ്രസ് ഇടപെട്ടു, CPM ഇടപെട്ടു. അതാണ് കേരളത്തിന്റെ നമസ്കാരം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് വലിയ കാര്യങ്ങളും വഴിമാറ്റുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയല്ല ഇവിടെ നമ്മൾ എതിർക്കുന്നത്. ഈ ഒരു പ്രശ്നത്തെ നമ്മൾ എന്താണ് കാണുന്നത്? ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദരവ്, ഇന്ത്യയുടെ യശസ് ലോകത്തെ മുക്കിലും മൂലയിൽ എത്തിച്ച ഉദയശങ്കറിനെ പോലെയുള്ള, ബാലസരസ്വതിയെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട കലാകാരി, അത് അവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് വന്നൊരു കലാകാരി. അപ്പൊ കേരളത്തിൽ നിന്നാണെങ്കിലും ഒക്കെ മലയാളിയല്ല, മോഡി ശ്രദ്ധിച്ചില്ല എന്ന് വിചാരിക്കുക. എന്നിട്ട് അവരെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചില്ല. ഈ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലോക നേതാക്കന്മാരുടെ ബർത്ത്ഡേ ഒക്കെ നോക്കി ട്വീറ്റ് ചെയ്യുന്ന ഇദ്ദേഹത്തിന് അത് പറ്റിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് അത് ബോധപൂർവമുള്ള ഒരു അവഗണനയാന്നുള്ളതാണ്. ഈ ബോധപൂർവമുള്ള അവഗണനയാണ് പ്രശ്നം. ഈ ബോധപൂർവമുള്ള അവഗണന എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള ഹെട്രോജിനസ് ആയിട്ടുള്ള ബഹുസ്വരമായിട്ടുള്ള സംസ്കാരത്തോടുള്ള ഇവരുടെ എതിർപ്പാണ്, വൈരാഗ്യമാണ്, വെറുപ്പാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സംഘം കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്നത് ഭാരത സംസ്കാരത്തോടുള്ള ആദരവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ നമ്മുടെ ഈ ഫക്രുദ്ദീനെ കൂട്ടുള്ള ഗവേഷണ നടത്തുന്ന ആൾക്കാരെ വളരെ ശ്രദ്ധാപൂർവം
വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളും വളരെ യോജിപ്പും അതോടൊപ്പം തന്നെ വിയോജിപ്പും ഉള്ളതാണ്. ഞാൻ അദ്ദേഹം എന്ത് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം അദ്ദേഹം പഠിച്ചിട്ട് പറയുന്നതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഒരു വളരെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി ഇന്ത്യയിൽ അറിയാൻ പാടാത്ത ആരുമില്ല. അങ്ങനെ ഒരു വ്യക്തി മരിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ വീക്ഷണം കൊണ്ടോ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും കൊണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് വിവാദമാക്കാൻ പാടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ബോധപൂർവമുള്ള ഒഴിവാക്കല് ഒരിക്കലും ആയിരിക്കത്തില്ല. ഇതിന് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ശുഭാപ്തി വിശ്വാസമാണ് താങ്കൾക്കുള്ളത്. ഇത് ബോധപൂർവമായ ഒഴിവാക്കലല്ല എന്നാണ് താങ്കൾ അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. ഉണ്ണിയാർ, താങ്കൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. സോ കോൾഡ് ബുദ്ധിജീവികൾ അവർ നടത്തുന്ന ഈ തരത്തിലുള്ള സെലക്റ്റീവ് ക്രിറ്റിസിസം, അത് നരേന്ദ്രമോദിയെ പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഒരു ഘട്ടത്തിൽ വിമർശിക്കപ്പെട്ടതുപോലെ ഇടതുപക്ഷത്തിന്റെ അച്ചാരം വാങ്ങി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ജനം തിരിച്ചറിയും എന്നതാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യവും അതിനില്ല എന്ന്. അല്ല, ഇന്ന് ഞാനൊരു എഴുത്തുകാരനാണ്. കാരണം ബുദ്ധിജീവി എന്ന് പറയുന്ന ഒരു വാക്കിന് വളരെ വേറൊരു, കാരണം എഡ്വേർഡ് സയ്യിദിനെ പോലുള്ള ആളുകൾ നൽകുന്ന ഒരു വലിയ അർത്ഥമുണ്ട്. ഞാൻ അങ്ങനെ ഒരു ബുദ്ധിജീവിയായിട്ട് ഞാൻ സ്വയം കാണുന്നില്ല. ഞാൻ ഒരു അക്കാഡമിക് അല്ല, ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കും ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും ഞാനിതൊരു സെലക്റ്റീവ് ക്രിറ്റിസിസം അല്ല. ഇത് ഈ വിഷയത്തിലുണ്ടാവുന്ന, കാരണം ഇന്ത്യയിൽ BJP ഭരണത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള നിരന്തരമായിട്ടുള്ള വിവാദങ്ങൾ, അതൊരു മാധ്യമങ്ങൾ ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ. നമ്മൾ നിത്യേന കാണുകയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കരുത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഒരു ആട്ടിറച്ചി വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ ഇന്ന ഇറച്ചി വെച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊല്ലുക, ദളിത് വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്യുക. നമ്മൾ നിരന്തരം നമ്മളുടെ ഏറ്റവും സൂക്ഷ്മമായ, കാരണം ഫാസിസത്തിന്റെ വളരെ സൂക്ഷ്മമായ ഇടപെടലുകളുണ്ട്. ഇത് ഇതാരും ഇവരെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതല്ല. ഇത് സൂക്ഷ്മതലത്തിൽ ഫാസിസം ഇടപെടുന്നതിന്റെ പ്രതികരണങ്ങളാണ് ഈ വരുന്നത്. ഇപ്പൊ BJP ഇങ്ങനെയാണെന്ന് ആരും ഇതൊരു സെലക്റ്റീവ് ക്രിറ്റിസിസം അല്ലല്ലോ, ഇതൊരു യാഥാർത്ഥ്യമല്ലേ. ഈ യാഥാർത്ഥ്യത്തെ ഇവര് പറയുന്നത് നിങ്ങൾ ബുദ്ധിജീവികൾ. കാരണം നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ കാണുന്ന പോലെ താടി വെച്ചും സഞ്ചി തൂക്കുന്നവരാണ് ബുദ്ധിജീവി എഴുത്തുകാരെന്ന് പറഞ്ഞ പോലെ ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആൾക്കാർ, എന്തോ കുഴപ്പം പിടിച്ച ആൾക്കാർ, അവരൊരിക്കലും ഇടതുപക്ഷത്തിന്റെ അച്ചാരം വാങ്ങിയവരൊന്നുമല്ല. ഈ രാജ്യത്ത് നടക്കുന്നതിനെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കണ്ടിട്ട് അതിനോട് റിയാക്ട് ചെയ്യുന്ന മനുഷ്യരാണ് ഇവര്. അത്തരം പ്രതികരണങ്ങളോട് ഇവർ ഈ രീതിയിൽ ഭയക്കും. കാരണം ഇവർക്ക് ആ രീതിയിൽ ഭയന്നേ മതിയാവും. അതുതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബഹുസ്വരമായ ഒരു സംസ്കാരത്തെ അംഗീകരിക്കാൻ ഇവർക്ക് ഒരിക്കലും കഴിയില്ല. ഈ ഏകശിലാ സംസ്കാരത്തിൽ നിന്ന് മാത്രമേ ഇവർക്ക് സംസാരിക്കാൻ കഴിയൂ. അതല്ല ഇന്ത്യ, അതിന്റെ പ്രതിനിധിയുമല്ല മൃണാളിനി സാരാഭായ്. JR പത്മകുമാർ, അവസാനമായി താങ്കളോട് ചോദിക്കട്ടെ. താങ്കൾ പറഞ്ഞത് പ്രകാരം മൃണാളിനി സാരാഭായിയോട് കേന്ദ്ര സർക്കാരിനോ പ്രധാനമന്ത്രിക്ക് വിശിഷ്യ ഒരു വിരോധവും ഇല്ല. വിമർശിക്കുന്നു ഇപ്പോൾ അത് വൈകുന്നത് കൊണ്ടെന്നാണ്. നേരത്തെ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നരേന്ദ്രമോദി അനുശോചിക്കുമോ ഇക്കാര്യത്തിൽ? അവർ ഏതായാലും അപ്രധാനമായ ഒരു സ്ത്രീയല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. രാജ്യത്തിൻ്റെ കലാപാരമ്പര്യത്തെക്കുറിച്ച് വിദേശത്ത് എപ്പോഴും വലിയ പ്രാധാന്യത്തോടെ പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രിക്ക് അറിയാത്തതുമായിരിക്കില്ല അവരുടെ മരണം. അപ്പോൾ അദ്ദേഹം അനുശോചിക്കും എന്ന് കരുതണമോ? അത് കരുതുന്നതിൽ യുക്തിയുണ്ടോ? അല്ലല്ല, പ്രധാനമന്ത്രിക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അവരോട് വ്യക്തിപരമായ ഒരു വിരോധമില്ലല്ലോ. മരണത്തെ തന്നെ ഒരു വിവാദമാക്കി അതിലൂടെ ഈ പ്രശസ്തി നേടാൻ അല്ലെങ്കിൽ മോഡി എതിരെയുള്ള വിരോധം ഒന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇതെന്താണ് മല്ലിക സാരാഭായി ഉദ്ദേശിക്കുന്നത്? സാധാരണ ഒരു അമ്മ മരിച്ചാൽ ഒരു മകള് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മകൻ ചെയ്യുന്നത് എന്താ? അതാണോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട്? അത് വിടാം. പ്രധാനമന്ത്രിക്ക് വിരോധമില്ല എന്ന് തെളിയിക്കാനെങ്കിലും അദ്ദേഹം ഒരു അനുശോചന കുറിപ്പ് ട്വീറ്റ് ചെയ്യുമോ എന്നാണ് എന്റെ ചോദ്യം. അത് ചെയ്യില്ല അദ്ദേഹം എന്നല്ലേ? അല്ലല്ല, അവരെ പറയുന്നത് അവരനുസരിച്ച് അവരുടെ ഇംഗിതമനുസരിച്ച് അവര് വരയ്ക്കുന്ന വരയിൽ കൂടി സഞ്ചരിക്കേണ്ട ആളല്ലോ പ്രധാനമന്ത്രിയെ കിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ബിക്സുരുടെ ഓൺലൈൻ വോട്ടെടുപ്പിന്റെ ഫലമാണ് ഇനി. മൃണാളിനി സാരാഭായിയുടെ മരണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അർപ്പിക്കാത്തത് രാഷ്ട്രീയ താല്പര്യം കൊണ്ടോ എന്നതായിരുന്നു ഇന്നത്തെ ഓൺലൈൻ വോട്ടെടുപ്പിനുള്ള ചോദ്യം. വോട്ടെടുപ്പിൽ പങ്കെടുത്ത 20.83% പേർ മോദിയുടെ നടപടി തെറ്റായിപ്പോയി എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ 79.17% ആളുകൾ ഇതൊരു ഗൗരവ വിഷയമല്ല എന്ന നിലപാടാണ് കൈക്കൊണ്ടത്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒപ്പം JR പത്മകുമാർ, ഉണ്ണിയാർ, ഫക്രുദ്ദീൻ അലി പ്രത്യേക നന്ദി.